നമ്മുടെ ഇന്നത്തെ വീഡിയോ കോൾഡ് കോളിംഗ് സിസ്റ്റത്തെക്കുറിച്ചാണ്. ഒരുപാട് പേര് എന്നോട് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കോൾഡ് കോളിംഗ് അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉത്ഭവം അമേരിക്കയിലാണെന്ന് തോന്നുന്നു. ഈ ആള് കൂടുന്ന സ്ഥലങ്ങളെല്ലാം കച്ചവടത്തിന് പറ്റിയ അവസരങ്ങളാണെന്ന് കാലാകാലങ്ങളായിട്ട് മനുഷ്യനറിയാവുന്ന ഒരു കാര്യമാണ്. ടെലിഫോണിൻ്റെ കണ്ടുപിടുത്തത്തിന് ശേഷം ടെലിഫോണ് ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ള ഒരു തോന്നൽ ആദ്യമേ മനുഷ്യനുണ്ടായപ്പോൾ ഫോൺ എടുത്ത് ആളുകളെ വിളിക്കുന്ന ഒരു പ്രവണത പണ്ട് തുടങ്ങി. ഫോൺ തന്നെ അന്നൊക്കെ അപൂർവമാണ്. നമുക്ക് ടെലിഫോൺ ഡയറക്ടറിയൊക്കെ ഇറങ്ങി തുടങ്ങിയപ്പോൾ പരിചയമില്ലാത്ത ആളുകളെ ഫോൺ എടുത്ത് വിളിക്കുന്ന ഒരു പ്രവണത അമേരിക്കയിലാണ് തുടങ്ങിയത്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തന്നെ ഇതൊരു പബ്ലിക് ന്യൂസൻസായി മാറി. അവിടെ അതിനെതിരെയുള്ള നിയമങ്ങളും വരികയുണ്ടായി. അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ ഇതിനെതിരെയുള്ള നിയമങ്ങളും വന്നു. ഇന്ത്യയിലും കോൾഡ് കോള് ശരിക്കും പറഞ്ഞാൽ അനുവദനീയമല്ല. അതിനെതിരെയുള്ള ട്രായുടെ നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും സ്റ്റിൽ ഇത് നിലനിൽക്കുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. ഇപ്പോഴും കോൾഡ് കോളിംഗ് വളരെ ഏറെ നിലനിൽക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ആധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ പ്രസക്തിക്ക് ഇപ്പോഴും ഒരു കോട്ടം തട്ടിയിട്ടില്ല. ഇതിപ്പോഴും ഉണ്ട്. ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കോൾഡ് കോളിംഗ് ഒരുപാട് പേര് ജീവിതത്തിൽ രക്ഷപ്പെടുത്തിയിട്ടുള്ള ഒരു ബിസിനസ് രീതി തന്നെയാണ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജോ ജിറാഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സെയിൽസ് എക്സ്പേർട്സും സെയിൽസ് സ്റ്റുഡൻസ് ഒക്കെ കേട്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ജോ ജിറാഡ്. സെയിൽസിൽ വേൾഡ് റെക്കോർഡൊക്കെ നേടിയിട്ടുള്ള ഒരു അമേരിക്കനാണ്. അദ്ദേഹം കാഡിലാക് കാറിൻ്റെ സെയിൽസ് പേഴ്സൺ ആയിരുന്നു. അദ്ദേഹം ലോകത്തിലെ ഏറ്റവും മികച്ച സെയിൽസ് പേഴ്സൺ ആയിരുന്നു. ഗിന്നസ് ബുക്ക് റെക്കോർഡ് വരെ അദ്ദേഹം സെയിൽസിൽ നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് വാരിയസ് ടൈപ്സ് ഓഫ് സെയിൽസ് മെത്തേഡ്സ് ഉണ്ടായിരുന്നു. അദ്ദേഹം പോലും കോൾഡ് കോൾസ് അദ്ദേഹത്തിൻ്റെതായ ചില രീതികളിൽ ഉപയോഗിച്ചിരുന്നുള്ളതാണ്. കാരണം അദ്ദേഹം മറ്റ് ജോലികളൊന്നും ഇല്ലാതെ ഇരിക്കുന്ന സമയം, ആ സമയം പോലും ആൾ വേസ്റ്റ് ആക്കില്ല. അയാൾ ടെലിഫോൺ ഡയറക്ടറി എടുത്തിട്ട്, ഇതൊക്കെ മിഡ് 70s നടന്ന കാര്യങ്ങളാണ് കേട്ടോ. ടെലിഫോൺ ഡയറക്ടറി എടുത്തിട്ട് ചുമ്മാ വിളിച്ചിട്ട് പേരൊക്കെ തെറ്റിച്ച് പറയും. അത് അവസാനമാണ് പേര് തെറ്റിക്കുന്നത്. കാറിനെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞു വിടണം. അപ്പം ലാസ്റ്റ് കുറച്ച് കേട്ട് കഴിയുമ്പോൾ കസ്റ്റമർ പറയും, അല്ല നിങ്ങൾ ആരെയാണ് വിളിക്കുന്നത്? അപ്പോഴാണ് ജോർജ് ജിറാഡ് ചോദിക്കുന്നത്, നിങ്ങളുടെ പേര്? ഓ സോറി കേട്ടോ, ഞാനത് ഇന്ന ആളാണെന്ന് കരുതി വിളിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ആ സംഭാഷണം കുറച്ചുകൂടി അങ്ങ് നീട്ടിക്കൊണ്ടുപോകും. ലാസ്റ്റ് സംഭവിക്കാൻ പോകുന്നത് ആ ഡെലിബറേറ്റ്ലി വിളിച്ച, പർപ്പസ്ഫുള്ളി വിളിച്ച ആ ഒരു റോങ് നമ്പർ കോള് അതിൽ അദ്ദേഹം ഒരു സെയിൽസ് ആക്കി മാറ്റുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിവേ ഇതിൻ്റെ ഒരു ശക്തി ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ കോൾഡ് കോൾ ചെയ്ത് ജീവിതത്തിൽ വിജയിച്ച ഒരു വ്യക്തിയാണ്. ഇപ്പോഴല്ല, ഒരു 10 വർഷത്തിന് മുൻപാണ്. അന്ന് സെയിൽസിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നൊരു സാഹചര്യമുണ്ട്. എൻ്റെ മുന്നിൽ മറ്റ് വഴികളൊന്നുമില്ലാതിരുന്നൊരു കാലഘട്ടം. ആ സമയത്താണ് ഞാനിത് തുടങ്ങുന്നത്. ആദ്യം ഞാൻ തന്നെയായിരുന്നു ചെയ്തത്. പിന്നീട് ഇതിന് വിജയം വന്നപ്പോഴേക്കും ഞാനിതിന് സ്റ്റാഫ്സിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്തു. ഒരു സമയം എനിക്കൊരു 40ഓളം സ്റ്റാഫ്സ് എനിക്ക് വേണ്ടി കോൾഡ് കോൾ ചെയ്തിരുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കോൾഡ് കോളിലൂടെ മാത്രം കോടികൾ നേടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ അതിൽ പലതും ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കായിരിക്കും. ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി യാതൊരുവിധ റെഫറൻസും എടുത്തിട്ടില്ല. ഞാൻ പ്രാക്ടീസ് ചെയ്ത് വിജയിപ്പിച്ച കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ മാത്രമാണ് ഉത്തരവാദി. ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ പ്രായോഗികത തോന്നിയെന്നും വരില്ല. നിങ്ങൾക്ക് ഇതിൽ എടുക്കാവുന്നത് എടുക്കുക. ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നു എന്നേ ഉള്ളൂ. ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് ഫീൽഡിൽ ഉള്ള ആളാണ്. ആ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ കോൾഡ് കോളിംഗ് സംവിധാനം തുടങ്ങിയത്. മുമ്പ് പറഞ്ഞല്ലോ, അത് ഞാൻ ചെയ്തു, എനിക്കത് വിജയമായിട്ട് തോന്നി. പിന്നെ ഞാനത് സ്റ്റാഫിനെ കൊണ്ടും ചെയ്യിച്ചു. കോൾഡ് കോള് ബേസിക്കലി പറഞ്ഞാൽ നമ്മൾ ഇതേവരെ സംസാരിച്ചിട്ടില്ലാത്ത, മറ്റു വേറെ ബോർഡ്സൊന്നും അറിയാത്ത ഒരാളെ ധൈര്യപൂർവ്വം ഫോണിൽ വിളിച്ച് നമ്മുടെ സെയിൽസ് അറ്റംപ്റ്റ് നടത്തുക. ഇതാണ് കോൾഡ് കോൾ ബേസിക്കലി. അപ്പോൾ ഇതിലാദ്യത്തെ പ്രധാന ഒരു മാറ്റർ ഡാറ്റാസ് ആണ്. ആരെയാണ് കോൾഡ് കോൾ വിളിക്കേണ്ടത്, ഈ ഡാറ്റാസ് എങ്ങനെ കളക്ട് ചെയ്യാം, അത് മുതൽ ഞാൻ പറഞ്ഞു തുടങ്ങാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെയൊക്കെ ഒരു പ്രാചീന രൂപമാണ് കോൾഡ് കോൾ എന്ന് പറയാം. കാരണം സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ നമ്മുടെ ഒരു പ്രത്യേക പ്രോഡക്റ്റ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ എമൗണ്ട് കൊടുത്തുകൊണ്ട് പരസ്യം ചെയ്യുമ്പോൾ
ഫേസ്ബുക്കിന് ഒക്കെ അറിയാം, ഓരോ ആളുകളുടെ ടേസ്റ്റ് അറിയാം. അപ്പോൾ ആ പ്രൊഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ള ആളുകളിലേക്ക് നമ്മുടെ പരസ്യം എത്തുന്നു, അവരിൽ ചിലർ പ്രതികരിക്കുന്നു, അങ്ങനെ അവരുടെ ഡാറ്റ നമ്മുടെ കയ്യിൽ കിട്ടുന്നു, നമ്മൾ അവരെ വിളിക്കുന്നു. ഇതാണല്ലോ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ നടക്കുന്നത്. കോൾഡ് കോൾ സംവിധാനത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് വെച്ചാൽ, ആ പ്രത്യേക ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഇല്ലേ, ആ പ്രത്യേക പ്രൊഡക്റ്റിനോട് താല്പര്യമുള്ള ആൾക്കാർ, അവരുടെ ഡാറ്റ നമ്മൾ ബൾക്കായിട്ട് വാങ്ങിയിട്ട് നമ്മുടെ സ്റ്റാഫോ നമ്മളോ ഇരുന്ന് അവരെ വിളിക്കുന്നു. ഇതാണ് കോൾഡ് കോൾ സംഭവിക്കുന്നത്. അപ്പോൾ ഒരു രീതിയിൽ ഇതിന് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനേക്കാളും അഡ്വാൻറ്റേജസ് ഉണ്ട്, വേറൊരു രീതിയിൽ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ നമ്മുടെ പ്രത്യേക പ്രോഡക്റ്റിനോട് താല്പര്യമുള്ള ആളുകൾ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു സെയിൽസ് ക്ലോസിങ് പോസിബിലിറ്റി അവർക്കുണ്ടാവും. ഇതിൽ നമ്മൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുകയാണ്. അവരൊരു പക്ഷേ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ഒരു ചിന്തയും ഉണ്ടാവില്ല, നമ്മൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ആസ്പെക്റ്റ് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനാണ് വാല്യൂ. പക്ഷേ മറ്റൊരു ആസ്പെക്റ്റ് ഉണ്ട്. സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിന് സത്യത്തിൽ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അതിൻ്റെ ഒരു ശൈശവാവസ്ഥയിലാണ്. നമ്മൾ എത്ര രൂപയൊക്കെ ആഡ് ചെയ്താലും നമ്മളുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സിലേക്ക് മുഴുവനായിട്ടൊന്നും എത്തത്തില്ല. ഇതാവുമ്പോൾ നിരത്തി പിടിച്ച് ഒരു അറ്റംപ്റ്റ് നടത്താൻ പറ്റും. അത് കോൾഡ് കോളിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എത്ര അഡ്വാൻസ്ഡ് ടെക്നോളജീസ്, വാട്സപ്പ് മാർക്കറ്റിംഗ്, ഇമെയിൽ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും കോൾഡ് കോളിംഗ് നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. ഇനി ഡാറ്റാസ് ഞാൻ ഒരുപാട് ഡാറ്റ പ്രൊവൈഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡാറ്റാസ് വാങ്ങിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇൻ കേരള, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഇൻ ടെക്നോ പാർക്ക്, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഇൻ ഇൻഫോ പാർക്ക്, അല്ലെങ്കിൽ ഹാർഡ്വെയർ ഷോപ്പ് ഓണേഴ്സ് ഇൻ കേരള, മെഡിക്കൽ ഷോപ്പ് ഓണേഴ്സ് ഇൻ കേരള. ഇങ്ങനെ പല രീതിയിൽ ഡാറ്റാസ് അവൈലബിൾ ആണ്. കേരളത്തിലെ CBSE സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ പാരൻസ്, 35 വയസ്സിന് താഴെയുള്ള ഡോക്ടേഴ്സ് എന്ന് വേണ്ട ആൻറ്റി നമ്പർ ഓഫ് ഡാറ്റാസ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. ഇത് എങ്ങനെയാണ് നേടേണ്ടതെന്നുള്ളത് ആദ്യം പറയാം. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, ഡാറ്റ പ്രൊവൈഡേഴ്സ് ഇൻ കേരള എന്നൊക്കെ അടിച്ചാൽ കുറേ കിട്ടും. ഞാൻ ആരെയും സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല, ഞാൻ ഒരുപാട് പേരുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഒരാളെടുത്ത് പറയുന്നത് ശരിയല്ല. നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഡാറ്റയുടെ കോസ്റ്റ് പെർ നമ്പറിന് ഇത്ര പൈസ വെച്ചൊക്കെ ആയിരിക്കും. ബൾക്കായിട്ട് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്കത് നല്ല റേറ്റിൽ കിട്ടും. നിങ്ങൾ ഈ ഡാറ്റ വാങ്ങി എനിക്ക് അവർ എക്സൽ ആയിട്ടായിരിക്കും തരിക. നിങ്ങളുടെ CRMലേക്ക് ഡാറ്റ അപ്ലോഡ് ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് പ്രിൻ്റൊക്കെ എടുത്ത് വിളിപ്പിക്കുന്നതൊന്നും പ്രായോഗികമല്ല. പിന്നെ നിങ്ങളുടെ ടെലികോളിംഗ് സ്റ്റാഫിന് അവർക്ക് ഇതിൻ്റെ സ്പ്രെഡ്ഷീറ്റ് ഷെയർ ചെയ്യണം. അവർ വർക്ക് ഫ്രം ഹോം ആയിക്കോട്ടെ, വർക്ക് ഫ്രം ഓഫീസ് ആയിക്കോട്ടെ, അവരുടെ കോള് നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാനും സാധിക്കണം. അപ്പോൾ ഡാറ്റ എവിടെ നിന്ന് സംഘടിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞു. എന്താണ് കോൾഡ് കോൾ എന്ന് പറഞ്ഞു. ഇനി ഇത് എങ്ങനെയാണ് വിളിക്കുക എന്ന രീതിയുണ്ട്. ആക്ച്വലി ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഒന്നും നിങ്ങൾ ചോദിക്കരുത്. കാരണം സ്ക്രിപ്റ്റ് ഉണ്ടാക്കേണ്ടത് അതാത് ബിസിനസ്സുകാർ തന്നെയാണ്. തൻ്റെ പ്രൊഡക്റ്റ് എങ്ങനെ അവതരിപ്പിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അതാത് ബിസിനസ്സുകാരാണ്. ഞാൻ എൻ്റെതായ രീതിയിൽ എൻ്റെ പ്രൊഡക്റ്റിനെ ഞാൻ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്തത് എന്ന് മാത്രം ഇവിടെ പറയാം. എൻ്റെ പ്രൊഡക്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആക്ച്വലി ഒരു അപരിചിതയോ വിളിച്ചിട്ട്, ഹലോ, ഗുഡ് മോർണിംഗ് മാം, ഞാൻ ഇന്ന കമ്പനിയിൽ നിന്നാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കോള് പലപ്പോഴും നമുക്ക് അത്ര റിസൾട്ട് കിട്ടത്തില്ല. കേൾക്കുമ്പോൾ തന്നെ വെച്ച് കളയും. ഇത്തരം അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി. ഞാൻ മുമ്പ് പറഞ്ഞു, ഞാൻ വിജയിച്ച മെത്തേഡാണ്, മറ്റൊരാൾ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. കോൾഡ് കോൾ തന്നെ ഒരു തരം ചെയ്ത് നോക്കാമല്ലേ, അപ്പോൾ കൂട്ടത്തിലും ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? തലയും വാലും മുറിച്ചിട്ട് ഒരു ഇൻ്ററിം സ്റ്റൈലിൽ എൻ്റെ സ്പീച്ച് ആരംഭിച്ചു. അതായത്, സാർ മെഡിക്ലെയിം ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാ. ഇൻട്രോ ഒന്നുമില്ല. ആ ഇൻട്രോയുടെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കാം, ആ ഒരു ഇൻട്രോ അല്ല, ആ ഒരു അപ്രോച്ചിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം സംഭാഷണങ്ങൾ പലതും ഫ്രണ്ട്ലി ആയി മാറിയെന്നുള്ളതാണ്. പിന്നീട് ചോദിക്കും ഏത് കമ്പനിയാണ്. അപ്പോൾ നമുക്ക് പറയാം, കസ്റ്റമർ ഏത് കമ്പനിയാണെന്ന് ചോദിക്കുമ്പോഴും ഏത് കമ്പനിയിൽ നിന്നാണ് നിങ്ങൾ വിളിക്കുന്നതെന്ന് കസ്റ്റമർ ചോദിക്കുമ്പോൾ പറയുന്നതും അല്ലാണ്ട് സ്പോണ്ടേനിയസ് ആയിട്ട് പറയുന്നതിൽ വ്യത്യാസമുണ്ട്. ആരും കേൾക്കില്ല, സ്വയമേ പറഞ്ഞാൽ ആരും കേൾക്കില്ല. ഇങ്ങനെയാണ് ഞാൻ അപ്രോച്ച് ചെയ്തത് എന്നുള്ളതാണ്. പിന്നെ ഈ അപ്രോച്ചിന് വിജയം വന്നപ്പോൾ എൻ്റെ സ്റ്റാഫിനെയും ഞാൻ ഇങ്ങനെയാണ് ഇതിൽ പരിശീലിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ കുറച്ച് ലീഗൽ ഇഷ്യൂസ് ഉണ്ട്. ഈ ലീഗൽ ഇഷ്യൂസിനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് പറയാം. ആദ്യം ലീഗൽ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സിമ്മിൽ ഇങ്ങനെ കൊമേഴ്ഷ്യൽ കോൾ ചെയ്യാൻ പെർമിഷൻ ഇല്ല. അതിന് പ്രത്യേക ഫോൺ നമ്പേഴ്സ് ഉണ്ട്. പക്ഷെ അത്തരം നമ്പറിൽ വിളിക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് അറിയാം സെയിൽ കോളാണ്, എടുക്കത്തില്ല. സോ സാധാരണ സിമ്മിൽ വിളിച്ചാലാണ് ഇത് കൂടുതലും ഫങ്ഷൻ ചെയ്യുക. അപ്പോൾ പ്രശ്നക്കാരായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. അവർ റിപ്പോർട്ട് ചെയ്ത് കംപ്ലൈൻറ്റ് ചെയ്താൽ ആ വിളിച്ച ആ സിമ്മ് ക്യാൻസൽ ആയിപ്പോകും.
ആ സിമ്മ് മാത്രമല്ല, അത് ഏത് സർവീസ് പ്രൊവൈഡറുടെ കയ്യിൽ നിന്നാണോ ആ സിം എടുത്തിട്ടുള്ളത്, അതേ സർവീസ് പ്രൊവൈഡറുടെ കീഴിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള നമ്മുടെ എല്ലാ നമ്പേഴ്സും ബാനായി പോകും. ആ ബാൻ 2 years ആയിരുന്നു മുൻപ്, ഇപ്പം എനിക്ക് എത്രയാണെന്ന് അറിയില്ല. അത് കഴിഞ്ഞാൽ പിന്നെ അത് റീ ഓപ്പൺ ആവത്തുള്ളൂ. അപ്പോൾ എൻ്റെ സെയിൽസ് സ്റ്റാഫിന് ഇത്തരം ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി. അപ്പം ഞാൻ ആ ഇഷ്യൂസ് സോൾവ് ചെയ്യാനായിട്ടൊരു മെത്തേഡ് ഞാൻ കൊണ്ടുവന്നു. അതായത് വളരെ സൂക്ഷിച്ച് വേണം കോൾഡ് കോൾ വിളിക്കാൻ. ചില കസ്റ്റമേഴ്സിൻ്റെ ശബ്ദത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും ആളൊരു കലിപ്പനാണ്. ചിലപ്പോൾ ചൂടാവും. നമ്പർ എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. നമ്പർ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ അത് സാർ ഞങ്ങളുടെ മാനേജർ ഡാറ്റ തന്നു, ഞങ്ങൾ ഡാറ്റ നോക്കി വിളിച്ചതാണ് എന്നൊക്കെ പറഞ്ഞാൽ തീർന്നു കേട്ടോ. ആൾ കലിപ്പന, ആൾ കംപ്ലയിൻറ്റ് ചെയ്യും, നമ്മുടെ നമ്പർ അടിച്ചു. അത് വേണ്ട. അപ്പോൾ ആ ശബ്ദം മാറുമ്പോൾ തന്നെ അപകടം നമ്മൾ മനസ്സിലാക്കണം. നമ്പർ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ പല രീതിയിൽ നമുക്കിത് സോൾവ് ചെയ്യാം. ഒരു രീതി, സാർ നമ്പർ ഞങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങിയ ആളുകളിൽ ഞങ്ങൾ റെഫറൽ ചോദിക്കാറുണ്ടേ, അങ്ങനെയാണ് സാറിൻ്റെ നമ്പർ റെഫറലായിട്ട് കിട്ടിയത്. ഓക്കെ, ചില ആൾക്കാർ അതോടെ അടങ്ങും, മതി. ചിലർ അതോടെ അടങ്ങില്ല. അവർ ചോദിക്കും ആരാ തന്നത്, നമ്പർ തന്നത്. അത് ഞാൻ മാനേജറോടൊന്ന് ചോദിക്കട്ടെ കേട്ടോ, കാരണം മാനേജറുടെ ഡീറ്റെയിൽസ് ഞാൻ മാനേജർ ചോദിച്ചിട്ട് പറഞ്ഞാൽ മതിയോ സാറേ? ആ മതി. അവരോട് കട്ട് ചെയ്തു. പിന്നെ അയാൾ വിളിക്കാനേ പോകണ്ട, മനസ്സിലായില്ലേ? അവർ തിരിച്ച് മാനേജറോട് ചോദിച്ചു നമ്മളെ വിളിക്കാനും പോകുന്നില്ല, പൊതുവേ അങ്ങനെ പോകുന്നില്ല. മറ്റൊരു രീതി ഉണ്ട്. അത് സാറേ ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് സാറിൻ്റെ നമ്പർ തന്നത്, അത് ഞാൻ നോക്കിയിട്ട് പറയാം, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഏത് ഫ്രണ്ടാണെന്നൊക്കെ ചോദിച്ചു വരും, അത് ഇതുപോലെ ചെയ്യാം. അതല്ലെങ്കിൽ മറ്റൊരു രീതിയുണ്ട്, സാർ സജിത്താണ് സാറിന് നമ്പർ തന്നത്. സജിത്തോ? ഏത് സജിത്ത്? ഇദ്ദേഹത്തിൻ്റെ പേര് ഉച്ചരിച്ചായിരിക്കില്ലല്ലോ നമ്മൾ കോൾഡ് കോൾ ആരംഭിക്കുന്നത്. സാർ സന്ദീപ് മേനോനല്ലേ? അല്ല, റോങ് നമ്പർ. സോറി സാർ, റോങ് നമ്പർ. അങ്ങനെയും നമുക്കിതിൽ നിന്ന് ഊരാം. ഇതൊക്കെയാണ് ഊരൽ ടെക്നിക്സ്. ഈ ഊരൽ ടെക്നിക്സ് ഞാൻ ആദ്യം ഇംപ്ലിമെൻ്റ് ചെയ്ത് വിജയിച്ചു. എൻ്റെ സ്റ്റാഫിനെ പഠിപ്പിച്ചു. ഇത് പഠിപ്പിച്ച ശേഷം ഒറ്റ നമ്പറിനെതിരെയും പരാതി വന്നിട്ടില്ല, നമ്പേഴ്സ് ഒന്നും ബ്ലോക്കായി പോയിട്ടില്ല. ഇത് പരീക്ഷിക്കാം. അപ്പോൾ സൂക്ഷിക്കുക, ഇത്തരം വിദ്യകളൊക്കെ കയ്യിൽ വേണം ഈ പണിക്ക് ഇറങ്ങുമ്പോൾ കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. പിന്നെ ഇതിൻ്റെ ചില സ്റ്റാറ്റിസ്റ്റിക്സ് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ടെലികോളേഴ്സാണല്ലോ വിളിക്കുന്നത്. ഒരു ദിവസം ഒരു ടെലികോളർക്ക് കംഫർട്ടബിളായിട്ട് എത്ര കോൾഡ് കോൾ ചെയ്യാമെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറഞ്ഞാൽ കോൾഡ് കോൾ ഒരു 180 വരെയൊക്കെ ഒരു ദിവസം കംഫർട്ടബിളായിട്ട് ചെയ്യാം. 200-250 കോൾഡ് കോൾസ് ഞാൻ തന്നെ പെർ ഡേ ചെയ്തിട്ടുണ്ട്. പക്ഷേ കംഫർട്ടബിളായിട്ട് ഒരു 180 ചെയ്യാം. ഇതിൻ്റെ സമയം രാവിലെ 10-നും വൈകിട്ട് ഒരു 6 PM ഉള്ളിൽ വേണം ചെയ്യാൻ. ഇത് രാത്രിയും വെളുപ്പങ്കാലത്തൊന്നും ചെയ്യരുത്. കംഫർട്ടബിളായിട്ട് ഇത്രയും ചെയ്യാം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അൺനോൺ നമ്പേഴ്സ് അല്ലേ. ഒരു 180 നമ്പേഴ്സ് നമ്മുടെ ടെലികോളിംഗ് സ്റ്റാഫ് വിളിക്കുമ്പോൾ അതിലൊരു 80 നമ്പേഴ്സും കിട്ടാൻ പോകുന്നില്ല. സ്വിച്ച് ഓഫ് ആയിരിക്കും, നമ്പർ ഡസ് നോട്ട് എക്സിസ്റ്റ് ആയിരിക്കും, പെട്ടെന്ന് ഡയൽ പോകുന്നില്ല. കുറച്ച് നമ്പേഴ്സ് ആയിരിക്കും കിട്ടുക. ഈ കിട്ടുന്ന നമ്പേഴ്സിനെ പലരും കേൾക്കുന്ന മാത്രമേ നോ പറഞ്ഞു പോകും. അതൊന്നും വലിയ സമയം ടെലികോളർക്ക് വേണ്ടി വരില്ല. വളരെ കുറവ്, ഒരു 5% ഓഫ് ദി കസ്റ്റമേഴ്സിനോടെ സംസാരിക്കേണ്ടി വരത്തുള്ളൂ. എന്ന് വെച്ചാൽ ഒരു ദിവസം പകലന്തി വരെ ടെലികോൾ ചെയ്യുന്ന ഒരു സ്റ്റാഫിനെ ഒരു 15 കസ്റ്റമേഴ്സിനോട് സംസാരിക്കേണ്ടി വരുള്ളൂ. പക്ഷെ അതിനുവേണ്ടി അവർക്ക് ഒരുപാട് നോ കേൾക്കേണ്ടി വരും. അതെല്ലാം ടൈം കൺസ്യൂമിംഗ് ആണ്. ഈ 15 കസ്റ്റമറോട് സംസാരിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ എക്സലിൽ അവർ ടൈപ്പ് ചെയ്യണം. അത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം. സ്പ്രെഡ്ഷീറ്റ് ഗൂഗിളിൽ നിന്ന് കൊടുത്താൽ ലൈവായിട്ട് കാണാം. അതിൽ നിങ്ങൾ നല്ല രീതിയിൽ ഒബ്സർവേഷൻ വേണം. പിന്നെ ഇങ്ങനെ വന്നിട്ടുള്ളൊരു സർട്ടൺ പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ ഇതിൻ്റെ ഒരു ക്രീം സർക്കിളാണ്. അവരെ ഫോളോ അപ്പ് ചെയ്തോളൂ. അവരെ ഫോളോ അപ്പ് ചെയ്താൽ തീർച്ചയായിട്ടും ക്ലോസിങ് കിട്ടും. കോൾഡ് കോളിൻ്റെ ക്ലോസിങ് റേറ്റ് ഇൻ്റർനാഷണൽ ലെവലിൽ 2% ആണ് കേട്ടോ. അത് മനസ്സിൽ വേണം. 2% എന്ന് വെച്ചാൽ 100 പേരെ വിളിക്കുമ്പോൾ 2 പേര് ക്ലോസിങ് കിട്ടുമെന്നല്ല. 100 പേരെ വിളിക്കുമ്പോൾ ഒരു 7-8 പേരായിരിക്കും നമ്മളോട് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫിനോട് സംസാരിക്കാൻ അനുവദിക്കുന്നത്. അത് സംസാരിച്ച് കഴിഞ്ഞ് അവർ നമ്മുടെ സ്പെഷ്യൽ എക്സലിലേക്ക് കയറ്റി. അങ്ങനെയുള്ള ആളുകൾ ഒരു 100 പേരാകുമ്പോൾ 2 അത്രയൊക്കെ ഉള്ളൂ ക്ലോസിങ്. പക്ഷെ എന്താ, അൺലിമിറ്റഡ് ഡാറ്റാസ്, അൺലിമിറ്റഡ് കോളിംഗ് ടൈം. ഈ ഒരു 2% തന്നെ നാളെ ബിഗ് സംഭവം. ഈ 2% ഒരു അമേരിക്കൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇപ്പോൾ ഒരു 4-5% വരെയൊക്കെ കിട്ടിയേക്കുക. എനിക്ക് പറയുകയാണെങ്കിൽ ഒരു 4% ആണ് എനിക്ക് കോൾഡ് കോളിലൂടെ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് ഞാൻ വർഷങ്ങളോളം ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് ആയതുകൊണ്ടും ഇതിൻ്റെ റിനീവലും എമൗണ്ടും എല്ലാം കൂടി കൂട്ടി
ഇതിനു വേണ്ടി ഞാൻ മുടക്കിയ തുകയുടെ 60-70 ഇരട്ടിയാണ് എനിക്ക് റിട്ടേൺ കിട്ടിയിട്ടുള്ളത്. അത് ആ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകതയും കൂടി അതിലുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ പ്രോഡക്റ്റിന് മാർജിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതെല്ലാം തീർച്ചയായിട്ടും പരീക്ഷിക്കാവുന്നതാണ്. പിന്നെ കോൾഡ് ഡാറ്റാസ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പല ഡാറ്റയും അത്ര പെർഫെക്റ്റ് ഒന്നും ആയിരിക്കത്തില്ല. കാരണം ഇത് ഓരോ ഡാറ്റ പ്രൊവൈഡേഴ്സിൻ്റെയും ആ കൃത്യതയിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വ്യക്തിപരമായിട്ട് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങണമെന്നൊന്നും ഞാൻ പറയാത്തത് കൊണ്ടാണ്. പല ഡാറ്റ പ്രൊവൈഡേഴ്സിനെ നിങ്ങൾ മാറി മാറി പരീക്ഷിക്കുക. പിന്നെ കോൾഡ് ഡാറ്റ കിട്ടാനായിട്ട് വേറെ ഒരുപാട് സോഴ്സസ് ഉണ്ട്. അത്തരം സോഴ്സസ് ഉപയോഗിക്കാം. കോൾഡ് കോളിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ നിങ്ങൾക്ക് ഡാറ്റാ ബാങ്കിൽ അവൈലബിൾ ആണ് എങ്കിൽ നിങ്ങൾക്കതിൽ നല്ല റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ +2 കഴിഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസിന് പറ്റിയ ഒരു കോഴ്സ് ഉണ്ട്. ഈ കോഴ്സാണ് നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നതെങ്കിൽ CBSE സ്കൂളിലെ +2 പഠിക്കുന്ന പാരൻസിൻ്റെ ഡാറ്റ കിട്ടിയാൽ നിങ്ങൾക്ക് വളരെ കാര്യങ്ങൾ ഈസി ആയിരിക്കും. അത്തരം മൂവ്മെൻറ്റ്സ് നടത്തുമ്പോൾ ഈവൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനേക്കാൾ കൂടുതൽ റിസൾട്ടുകളുണ്ടാകാം. ഇതൊക്കെ കൊണ്ടാണ് ഒരുപാട് ആധുനിക സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പോഴും ഈ കോൾഡ് കോൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കോൾഡ് കോള് ഇപ്പോഴും മരിച്ചിട്ടില്ല. ഇപ്പോഴും അത് ചെയ്ത് ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും ഒരു കോൾഡ് കോൾ യൂണിറ്റ് വേണമെങ്കിൽ തുടങ്ങാവുന്നതാണ്.